മന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അത് സാമ്പത്തിക താല്പര്യമാണ്. അത് എത്ര രൂപ കിട്ടി എന്നുള്ളത് പറഞ്ഞാൽ മതി, അവിടെ ഈ പ്രശ്നങ്ങൾ തീരും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെക്കുറിച്ചിട്ടുള്ള ദുരൂഹതകൾ നീക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കായിക വകുപ്പ് മന്ത്രിക്ക് എന്ത് റോളാണ് ഈ ദുരൂഹതയിലുള്ളത്? എത്ര പണം അബ്ദുറഹ്മാന് കിട്ടും? മെസ്സിയും പടയും ഇവിടെ എത്തിയാൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ പണം ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതിൽ അബ്ദുറഹ്മാൻ്റെ റോൾ എന്താണ്? കാരണം യാതൊരു തരത്തിലും മുൻപ് അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തി പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്റ്റേഡിയം റിനോവേഷൻ നടത്തി പരിചയമില്ലാത്ത, ഒരു തരത്തിലും ഇന്ത്യയിലോ നമ്മുടെ സംസ്ഥാനത്തോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്പോൺസറെ ഈ സർക്കാരിന് എവിടെ നിന്നാണ് കിട്ടിയത്? മന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അത് സാമ്പത്തിക താല്പര്യമാണ്. അത് എത്ര രൂപ കിട്ടി എന്നുള്ളത് പറഞ്ഞാൽ മതി, അവിടെ ഈ പ്രശ്നങ്ങൾ തീരും. ഇന്ന് നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് മദ്രാസ് IITയുടെ ഒരു റിപ്പോർട്ട് GCDAയുടെ കയ്യിലുണ്ട്. ആ GCDAയുടെ കയ്യിലുള്ള ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്, ഇവിടെ 10-50,000-ഓളം കാണികളാണ് പല മത്സരങ്ങളും വീക്ഷിക്കാനായി എത്തുന്നത്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം GCDAക്കും സർക്കാരിനുണ്ട്. ആ സുരക്ഷിതത്വ കുറവുള്ള ഈ സ്ഥലത്ത് ഇതുപോലെ അന്താരാഷ്ട്ര മത്സരം കൂടി നടന്നാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും കൊച്ചിയിലേക്ക് വരിക. ഈ സ്റ്റേഡിയത്തിന് എന്താണ് ഒരു ഉറപ്പുള്ളത്? അങ്ങനെ ഒരു മത്സരം നടത്തി ഒരു അപകടമുണ്ടാക്കാൻ സാധ്യത ഒരുക്കുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ ആ സ്റ്റഡിയുടെ പഠന റിപ്പോർട്ടുകൾ അത് പുറത്തുവിടണം. ഇതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കരാറുകാരായിട്ടുള്ള സ്പോൺസർമാർ, അവർ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തന പരിചയം നടത്തിയ ആളുകളാണെന്ന് മന്ത്രിയും GCDAയും പറയണ്ടേ? അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ കരാറ് കൊടുത്തത്? എന്താണ് ആ കരാറിൻ്റെ അടിസ്ഥാനം? എന്താണ്? ഏതൊക്കെ പ്രവർത്തികൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത്? 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ 30-നകം പൂർത്തീകരിക്കും എന്നുള്ളതാണ് സ്പോൺസർ പറഞ്ഞത്. 70 കോടി രൂപ പോയിട്ട് 70 ലക്ഷം രൂപ പോലും ഇതുവരെ ചെലവ് ചെയ്തിട്ടില്ല. ഇവിടെ എത്ര ദിവസമുണ്ട്? ഇനി എത്ര ദിവസമുണ്ട്? അപ്പോൾ ഇത് വെറുതെ ആളുകളെ കളിപ്പിക്കുന്ന ഒന്നായി മാറരുത്. സ്പോർട്സ് പ്രേമികളായിട്ടുള്ള, പ്രത്യേകിച്ചും ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ഇന്ന് മന്ത്രിയുടെയും ഈ സ്പോൺസറുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്.